അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSCയിൽ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സും അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ആ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. 2025 പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കുന്ന രാജ്യം. 2025 സ്പെഷ്യൽ ടൂറിസം ഇയറായി ആചരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് നേപ്പാളാണ്. 2025 പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കുന്ന രാജ്യമാണ് നേപ്പാൾ. നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാമചന്ദ്ര പൗഡലാണ്. രാമചന്ദ്ര പൗഡലാണ് ഇപ്പോഴത്തെ നേപ്പാളിൻ്റെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ നേപ്പാൾ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? രാമചന്ദ്ര പൗഡലാണ്. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ചോദിച്ചാൽ അത് പുഷ്പ കമൽ ദഹലാണ്. പുഷ്പ കമൽ ദഹലാണ് നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? പുഷ്പ കമൽ ദഹലാണ്. അപ്പോൾ 2025 പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കുന്ന രാജ്യമാണ് നേപ്പാൾ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചതെന്നാണ്? 2023 നവംബർ 23. 2023 നവംബർ 23 ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടുള്ള ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. എന്താണ്? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടുള്ള ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഏത് സംസ്ഥാനത്തിൻ്റെ ആയിരുന്നു? തമിഴ്നാടാണ് അല്ലേ. 1997 മുതൽ 2001 വരെ തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്നു ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായിരുന്നു. എന്താണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബീവി. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. അപ്പോൾ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചതെന്നാണ്? 2023 നവംബർ 23. അപ്പോൾ 2023 നവംബർ 21 അന്തരിച്ചത് ആരാണ്? 2023 നവംബർ 21 അന്തരിച്ച എഴുത്തുകാരിയാണ് P. വത്സല. P. വത്സല, പാറക്കുളത്തിൽ വത്സല അല്ലെ. P. വത്സല 2023 നവംബർ 21 അന്തരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ 22 ഭാഷകൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്ത്യയിലെ 22 ഭാഷകൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഷാ സംഘം. ഭാഷാ സംഘം എന്താണ്? ഇന്ത്യയിലെ 22 ഭാഷകൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഷാ സംഘം. 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം. 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നതെന്നാണ്? 2024 ജൂൺ 24. 2024 ജൂൺ 24 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ്. 2025 ബ്രസീലാണ്. അപ്പോൾ കൂട്ടത്തിൽ 2024 ഓർത്തിരിക്കണം. എവിടെ വെച്ചിട്ടാണ് 2024 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത്? അത് അസർബൈജാനാണ്. അസർബൈജാനിൽ വെച്ചിട്ടാണ് 2024 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 ചോദിച്ചാൽ അത് ബ്രസീലാണ്. ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആരാണ്?
ലുലാ ഡാ സിൽവയാണ് ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ്. ലുലാ ഡാ സിൽവയാണ് ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ്. അപ്പോൾ 2024 G20 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ്. 2024 G20 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. അപ്പോൾ 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം ചോദിച്ചാൽ അത് പ്രേരണാസ്ഥലാണ്. പ്രേരണാസ്ഥൽ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാണ്? 2024 ജൂൺ 16. 2024 ജൂൺ 16 ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് കേട്ടോ. ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻകർ ആണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ജഗദീപ് ധൻകർ. ആരാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ജഗദീപ് ധൻകർ ആണ്. രാഷ്ട്രപതി ചോദിച്ചാൽ അത് ആരാണ്? ദ്രൗപദി മുർമു ആണ് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻകർ ആണ് 2024 ജൂൺ 16 പ്രേരണാസ്ഥൽ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജിയും അംബേദ്കറൊക്കെ ഉൾപ്പെടെ 15 പ്രതിമകളാണ് പ്രേരണാസ്ഥലിൽ നിർമ്മിച്ചിട്ടുള്ളത്. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം ചോദിച്ചാൽ അത് പ്രേരണാസ്ഥലാണ്. നെക്സ്റ്റ് 2024 ലോക ആരോഗ്യ ദിന പ്രമേയം. 2024 ലോക ആരോഗ്യ ദിന പ്രമേയം ചോദിച്ചാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ്സ് എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. അപ്പോൾ ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7 എന്നാണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്? ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. 2024 തീം ചോദിച്ചാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ്സ് എന്നതാണ്. 2023 എന്തായിരുന്നു? 2023 ചോദിച്ചാൽ ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ് കേട്ടോ. ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ് 2023 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2024 റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട ലോങ്വുഡ് ഷോല റിസർവ് വനം ഏത് സംസ്ഥാനത്താണ്? 2024 റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട ലോങ്വുഡ് ഷോല റിസർവ് വനം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് കേട്ടോ. അപ്പോൾ 2024 5 റാംസർ സൈറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയതോട് കൂടിയിട്ട് ഇന്ത്യയിലെ മൊത്തം റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യയിൽ ടോട്ടൽ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 80 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 18 റാംസർ സൈറ്റുകളാണുള്ളത്. അപ്പോൾ 2024 റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട ലോങ്വുഡ് ഷോല റിസർവ് വനം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ പക്ഷി സങ്കേതം ഏതാണ്? കരൈവെട്ടി പക്ഷി സങ്കേതമാണ് കേട്ടോ. കരൈവെട്ടി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. കരൈവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ലോങ്വുഡ് ഷോല റിസർവ് വനം തമിഴ്നാട്ടിലാണ്. കേരള സർക്കാരിൻ്റെ 2024-25 ബജറ്റിൻ്റെ പുറം ചട്ടയിൽ പ്രതിപാദിച്ചത്. കേരള സർക്കാരിൻ്റെ 2024-25 ബജറ്റിൻ്റെ പുറം ചട്ടയിൽ പ്രതിപാദിച്ചത് എന്താണ്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നതാണ് കേട്ടോ. 2024-25 ബജറ്റിൻ്റെ പുറം ചട്ടയിൽ പ്രതിപാദിച്ചത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നതാണ്. അപ്പോൾ 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ധനകാര്യമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലാണ്. KN ബാലഗോപാലാണ് 2024-25 ബജറ്റ് അവതരിപ്പിച്ചത്. KN ബാലഗോപാൽ. 2 മണിക്കൂറും 18 മിനിറ്റുമാണ് ബജറ്റിൻ്റെ ദൈർഘ്യം. 2 മണിക്കൂറും 18 മിനിറ്റുമാണ് ബജറ്റിൻ്റെ ദൈർഘ്യം. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ അത് മാർക്ക് റുട്ടെയാണ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആണ് മാർക്ക് റുട്ടെ. അപ്പോൾ ആരെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മാർക്ക് റുട്ടെ അധികാരത്തിൽ വരുന്നത്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ് കേട്ടോ. ജെൻസ് സ്റ്റോൾട്ടൻബർഗിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്? സ്റ്റോൾട്ടൻബർഗിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്
ഒക്ടോബർ 1 മുതൽ ആരധികാരത്തിൽ വരുന്നത്? മാർക്ക് റുട്ടെ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് ഒക്ടോബർ 1 മുതൽ അധികാരത്തിൽ വരുന്നത് മാർക്ക് റുട്ടെയാണ്. ജെൻസ് സ്റ്റോൾട്ടൻബർഗിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാറ്റോ എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് നാറ്റോയുടെ ഫുൾ ഫോം. ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് കേട്ടോ. അപ്പോൾ മുൻപ് കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാറ്റോയിൽ ഇപ്പോൾ 32 അംഗരാജ്യങ്ങളാണുള്ളത്. 32ാമത് അംഗരാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ്. 32ാമത് അംഗരാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ്. 31 ഓർത്തിരിക്കുക, നമ്മൾ പഠിച്ചതാണ് ഫിൻലാൻഡ് ആണ് അല്ലേ. ഫിൻലാൻഡ് ആണ് 31ാമത് അംഗരാജ്യം. 32 ചോദിച്ചാൽ അത് സ്വീഡനാണ്. സ്പർശ് 2024 ക്യാമ്പയിൻ ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്പർശ് 2024 ക്യാമ്പയിൻ ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുഷ്ഠമാണ്. സ്പർശ് 2024 ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠമാണ്. 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കർ ആരാണ്? 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കർ ചോദിച്ചാൽ അത് ഭർതൃഹരി മെഹ്താബ്. ഭർതൃഹരി മെഹ്താബ് ആണ് ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കർ. ഒഡീഷക്കാരനായിട്ടുള്ള ഭർതൃഹരി മെഹ്താബ് ആണ് ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കർ. അപ്പോൾ സ്പീക്കർ ചോദിച്ചാൽ അതാരാണ്? അത് ഓം ബിർളയാണ്. ഓം ബിർളയാണ് ഇപ്പോഴത്തെ സ്പീക്കർ. ഓർത്തിരിക്കുമല്ലോ. ഇപ്പോഴത്തെ സ്പീക്കർ ചോദിച്ചാൽ ആരാണ്? ഇപ്പോഴത്തെ സ്പീക്കറാണ് ഓം ബിർള. ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കറാണ് ഭർതൃഹരി മെഹ്താബ്. SBIയുടെ പുതിയ ചെയർമാൻ. SBIയുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ്? ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ്. ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ. ഈ വർഷത്തെ രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത നഗരം. ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ 2024 രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത നഗരം ഏതാണ്? അത് ശ്രീനഗറാണ്. ശ്രീനഗറാണ്. ഓർത്തിരിക്കുക. 2024 രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത നഗരം ശ്രീനഗർ. അപ്പോൾ രാജ്യാന്തര യോഗാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? രാജ്യാന്തര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21 ജൂൺ 21 രാജ്യാന്തര യോഗാ ദിനം. അപ്പോൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ 2024 തീം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് 2024 രാജ്യാന്തര യോഗാ ദിനത്തിൻ്റെ പ്രമേയം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങൾ അണിനിരന്ന ദ്വിദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങൾ അണിനിരന്ന ദ്വിദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഓർത്തിരിക്കുക, സ്വിറ്റ്സർലാൻഡ് കേട്ടോ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങൾ അണിനിരന്ന ദ്വിദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്